ഹായ് വിവേഴ്സ്, ഗോപുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനുമാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളിന്ന് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിപ്പോൾ ഞാനൊരു 650 ഗ്രാം ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസിനുള്ളത്. ഇനി ഇത് കഴുകി ഞാൻ വെള്ളം വാലാനായിട്ട് വെക്കാൻ പോകുന്നു. ഞാൻ അരി കഴുകി വെള്ളമൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെയിനറിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നു. ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഞാൻ അരി വറുത്തെടുക്കാൻ പോകുന്നു. ആ നെയ്യിലേക്ക് ആ അരി ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നു. ഇത് ബ്രൗൺ നിറം ആവുന്ന വരെ ഒന്നും വറക്കരുത്, ചെറിയ ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. കാരണം കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കൊരു 3 ഗ്രാമ്പൂവ്, 2 കഷ്ണം പട്ട, 2 കഷ്ണം കറുവപ്പട്ട ഇട്ടു. പിന്നെ ഒരു 3-4 ഏലക്കായും കൂടെ അതിലോട്ടിട്ടു. ഇനി ഞാൻ വറുത്ത അരി ഇതിലിടാൻ പോവാം. വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ വറുത്ത അരി ഇതിലേക്ക് ഇടുന്നു. ആവശ്യത്തിന് വെള്ളം വെക്കണം, അങ്ങനെ ഇല്ലെങ്കിൽ അരി കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചേർത്തത്? ഗ്രാമ്പു ഒരു 3-4 എണ്ണം, കറുവപ്പട്ട ഒരു 2 കഷ്ണം, പിന്നെ ഒരു 4 ഏലക്കായും ഇട്ടു, അരി ഇട്ടു. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് വേവിക്കണം, കുഴഞ്ഞു പോകരുത്. അപ്പം വെള്ളം ധാരാളം വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സ്പേസ് നല്ലപോലെ കിട്ടണം, വേവുമ്പോഴേ കുഴയാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് തികച്ച് 1 ടീസ്പൂണ് ഞാൻ ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി വേവിക്കുകയാണ്. അരി വെന്തിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് ഊറ്റി ഒഴിക്കുവാണേ. ഇതിന്റെ വേവ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അകം വേവുകയും വേണം, കുഴഞ്ഞു പോവുകയരുത്. നമ്മളിങ്ങനെ വായിലിട്ട് നോക്കുമ്പോൾ അകം വെന്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം, എന്നാൽ കുഴഞ്ഞു പോകരുത്. അങ്ങനെയാണ് ഇതിന്റെ പാകം. അരി വെന്ത് ഊറ്റിയ സമയം കൊണ്ട് ഞാൻ കോളിഫ്ലവറും കൂടെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിലിങ്ങനെ. അപ്പൊ കുറച്ച് ഉപ്പൂടി ഇട്ട് വെക്കുവാണ്. കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാൻ എടുക്കും. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. കോളിഫ്ലവറും തിളച്ച വെള്ളത്തിലിട്ടത് ഞാൻ എല്ലാം എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ വറുത്തെടുക്കാൻ പോവാണ്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് സവോള അരിഞ്ഞത് ചേർക്കുന്നു വഴറ്റാനായിട്ട്. സവോള ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടുന്നു. ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തത്. അതോടൊപ്പം തന്നെ ചെറുതായി അരിഞ്ഞ ബീൻസും ചേർക്കുന്നു. 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കും. ഇതെല്ലാം വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അങ്ങോട്ട് ചേർക്കുവാണ്. ഉടയാതെ വേണം നമ്മൾ എടുക്കാൻ. അത് പാകത്തിന് വേവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒട്ടും കൂടിയിട്ടില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നു. എന്നിട്ടാണ് ഇത് ഇളക്കി എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇനി നമ്മൾ പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. പതുക്കെ യോജിപ്പിക്കണം, കുഴയരുത്, അതുപോലെ ഉടയരുത്. ചോറുടഞ്ഞു കഴിഞ്ഞാൽ അതിന് രസമില്ല കേട്ടോ. ചിലർ ഇതിൻ്റെ കൂടെ മുട്ട ഇങ്ങനെ പൊരിച്ച് ചിക്കി പൊരിച്ച് ചേർക്കും. ഞാനതൊന്നും ചേർക്കുന്നില്ല, വെജ് ആയതുകൊണ്ട്. ഇങ്ങനെ ഇളക്കി എടുക്കുന്നു. ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ ചൂടാക്കി എടുക്കും. ചൂടാക്കി എടുക്കണം, എന്നാലേ ആ കുരുമുളക് പൊടി ചോറിൻ്റെ എല്ലാ വശങ്ങളിലും പിടിക്കാനായിട്ടാണ്. ഇതാ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ചിലര് ഇതിലോട്ട്, ഞാനിതിൽ കാഷ്യൂനട്ടും കൂടെ ഒക്കെ ഇടും. കാരണം ചിലരിടുകയല്ല, ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. കിസ്മിസും കാഷ്യൂനട്ടും കൂടെ വറുത്ത് ഞാനിതിലിടും ലാസ്റ്റിൽ സെർവ് ചെയ്യുമ്പോഴത്തേക്ക്. ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പം ഞാൻ ഗോബി മഞ്ചൂരിയനുള്ള ബാറ്റർ എടുക്കുവാണ്, കോളിഫ്ലവർ വറുത്തെടുക്കാൻ. അപ്പം ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒരു 4 ടേബിൾ സ്പൂണ് അരിപ്പൊടിയുണ്ട്, അതായത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനത് കൂടാതെ ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ, അതായത് ചോളത്തിൻ്റെ പൊടിയാണ്, അത് കിട്ടുമല്ലോ മാർക്കറ്റിലൊക്കെ, അത് ചേർത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ അതിലേക്ക് ചേർക്കുന്നു. പിന്നെ സ്വല്പം മുളക് പൊടി കൂടെ ആഡ് ചെയ്യണം. മുളക് പൊടി ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് വെള്ളം ചേർത്ത് ഒരു കട്ടിയുള്ള ബാറ്ററായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. തീരെ ലൂസുമല്ല എന്നാൽ ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ ഇതാ ഇങ്ങനെ ഈ മാതിരി ഒരു മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുത്ത കോളിഫ്ലവർ ഇതിലോട്ട് മുക്കി എണ്ണയിൽ വറുത്ത് കോരാൻ പോകുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ദേ ഇങ്ങനെ മുക്കി ഈ കോളിഫ്ലവർ ഇങ്ങനെ അതിലോട്ട് ഇടുവാണ്. ഇങ്ങനെ ബാറ്ററി മുക്കി എടുക്കുന്നു. എന്നിട്ട് എണ്ണയിലേക്ക് ഇടുന്നു. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം ഇത്. ഇങ്ങനെ എല്ലാം ഇട്ടെടുക്കുന്നു. നിങ്ങൾ എടുക്കുന്ന എത്ര കോളിഫ്ലവർ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് മാവ് കലക്കിയെടുത്താൽ മതി കേട്ടോ. ആ അളവ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറവാണെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുക്കുക. ഞാനെടുത്തതിന് അനുപാതികമായിട്ടാണ് മാവ് എടുത്തത്. കോളിഫ്ലവർ എല്ലാം ദേ എണ്ണയെ കിടന്ന് മൊരിഞ്ഞ് മൂത്ത് വരുന്നുണ്ട്. എടുക്കാറായിട്ടുണ്ട്. ഇത് മൂത്തിട്ടുണ്ട്. ഞാൻ ടിഷ്യൂ പേപ്പറിലോട്ട് ആണ് എടുക്കുന്നത്. കാരണം എണ്ണ അധികം ഉള്ളത് അങ്ങ് വലിഞ്ഞു പൊക്കോട്ടെ എന്ന് കരുതിയാണ്. കോളിഫ്ലവർ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടിടാം, വലിയ കഷ്ണങ്ങളായിട്ടിടാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇത്തിരി വലുതായിട്ടായിട്ടിരിക്കുന്നത്. കാരണം ഇവിടെ എൻ്റെ മകൾക്കൊക്കെ വലിയ കഷ്ണമായിട്ട് കിടക്കുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് വലുതായിട്ടിട്ടു. നിങ്ങൾക്ക് ചെറുതായിട്ടിടാൻ കുഴപ്പമൊന്നുമില്ല. എണ്ണയിലേക്ക് സവോള ഇട്ട് വഴറ്റുന്നു. വളരെ കുറച്ച് എണ്ണയെ ഒഴിക്കുകയുള്ളൂ. ഗോബി മഞ്ചൂരിയനുള്ള സവോള നമ്മൾ സ്ക്വയറായിട്ടാണ്, ചതുരത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അത് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ ക്യാപ്സിക്കം ഇടുന്നു ഇതിലേക്ക്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇടുന്നു. സവോള വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം ഒക്കെ ഇട്ട് വഴറ്റാൻ പോവാണ്. സ്പ്രിംഗ് ഓണിയൻ എല്ലാം കൂടെ. ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഞാൻ ഇടുന്നു. ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ വെളുത്തുള്ളി ഇട്ടെങ്കിൽ ഇതിന് ആ ടേസ്റ്റ് വരുത്തുള്ളൂ. ടിപ്പിക്കലായിട്ടുള്ള വെളുത്തുള്ളി മസ്റ്റാണ് ഇവിടെ. ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. പച്ചമുളകും ചേർക്കുന്നു. ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടെ നമ്മൾ ഒന്നുകൂടെ വഴറ്റുവാണ്. സ്പ്രിംഗ് ഓണിയൻ എപ്പോഴും ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ക്യാപ്സിക്കം ആഡ് ചെയ്താൽ മതി. നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ പോയി ഇത് കഴിക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇതാകുമ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുകയും കുഞ്ഞുങ്ങൾ നല്ല സ്വാദുണ്ട് അമ്മയെന്ന് പറഞ്ഞ് കഴിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കരമാണ്. ഇതിലേക്ക് നമ്മൾ ഇനി ചില്ലി സോസ് ഒഴിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന പോലെ ഒഴിച്ചാൽ മതി. രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ടൊമാറ്റോ സോസ് ഇതിലോട്ട് ഒഴിക്കുന്നു. അത് കാരണം അത്രയും കോളിഫ്ലവർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇതിലേക്ക് സോയാ സോസ് ഒഴിക്കുന്നു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇത് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാൻ പോവുകയാണ്. കോളിഫ്ലവർ ഇതിലേക്ക് നമ്മൾ ഇടുന്നു, വറുത്ത് വെച്ചിരിക്കുന്നു. കറി വെന്ത് കുറുകിയിട്ടുണ്ട്. ഞാൻ വാങ്ങാൻ പോകുന്നു. പാകമായിട്ടുണ്ട്. വഴറ്റിയ സബോളയും അതുപോലെ നമ്മൾ കാഷ്യൂ, കിസ്മിസൊക്കെ വറുത്തത് വെച്ച് നമുക്കിത് അലങ്കരിക്കാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിങ്ങനെ അലങ്കരിക്കാം. സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ, സാലഡ്, പപ്പടം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. കാരണം എൻ്റെ മോൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ വലിയ ഇഷ്ടമാണ്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ആവശ്യപ്പെട്ടാൽ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതുപോലെ വെജ് ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്.
എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതെല്ലാം ചെയ്തു നോക്കണം. ഈ ഒരു അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.